നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ HDL എങ്ങനെ കൂട്ടാം? ഉയർന്ന സാന്ദ്രതയുള്ള ലൈപ്പോപ്രോട്ടീൻ, അതിനെയാണ് നമ്മൾ HDL എന്ന് വിളിക്കുന്നത്, ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. അത് നല്ല കൊളസ്ട്രോളാണ്. അതേസമയം കുറഞ്ഞ സാന്ദ്രതയുള്ള ലൈപ്പോപ്രോട്ടീനുകളെയാണ് നമ്മൾ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ LDL എന്ന് വിളിക്കുന്നത്. ഇത് മോശം കൊളസ്ട്രോളാണ്. LDL കൂടിയാൽ നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ധമനികളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. HDL കൂടിയാൽ കൊളസ്ട്രോൾ അധികമായി കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് HDL. പക്ഷെ പലപ്പോഴും HDL എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടണമെന്ന് ആർക്കും അറിയില്ലെന്ന് തന്നെ പറയാം. എന്ത് ആഹാരം കഴിച്ചാലാണ് അത് കൂട്ടണമെന്ന് അറിയില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പല ആളുകളിലും 40 mg/dL താഴെയാണ് ഈ HDL കാണാറുള്ളത്. വളരെ കുറവാണ്. 60 മുകളിലുണ്ടെങ്കിൽ നല്ലതാണെന്നും പറയും. ഇത് പല ആളുകൾക്കും രക്തം പരിശോധിക്കുന്ന സമയത്ത് HDL കുറവാണ് എന്ന് പറഞ്ഞ് സാധാരണ അങ്ങ് ലൈറ്റായിട്ട് എടുക്കാറുണ്ട്. മെയിൻ കൊളസ്ട്രോൾ അതായത് LDLും ബാക്കിയുള്ള ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൺട്രോളാണല്ലോ എന്ന് ചില ആളുകൾ വിചാരിക്കും. പക്ഷെ അതിന് മാത്രം മരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നും പലരും വിചാരിക്കും. പക്ഷെ നമുക്കിത് ആഹാരത്തിലൂടെ നമുക്കിത് HDL കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് കഴിയും. അതിന് പ്രധാനമായിട്ടും നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി: വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും. പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഞാൻ പറയുന്നത് മൊത്തമായി കേട്ട് നോക്കൂ, നിങ്ങൾക്കിത് വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ദിവസേന ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. പ്രത്യേകിച്ചും വേഗത്തിലുള്ള നടത്തം, സൈക്ലിങ്, പിന്നെ നീന്തൽ, ഇതുപോലെ നല്ലവണ്ണം വിയർക്കുന്ന രീതിയിലുള്ള എയറോബിക് വ്യായാമങ്ങളൊക്കെ ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ HDL കൊളസ്ട്രോൾ വളരെ വേഗത്തിൽ 2 മാസം കൊണ്ടൊക്കെ നമുക്ക് ഉയർത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ ശരീരഭാരം, നമുക്കൊരു വളരെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഒരു 10% നമ്മുടെ ശരീരഭാരം കുറച്ചാലും HDL കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണും. പ്രത്യേകിച്ചും വയറിന് ചുറ്റും വണ്ണം ഉണ്ടെങ്കിലൊക്കെ നല്ലവണ്ണം വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ HDL കൊളസ്ട്രോൾ കൂടും. ഈ നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് പല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ HDL കൊളസ്ട്രോൾ കൂടാം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുമ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് ഏതൊക്കെ ആഹാരങ്ങളുണ്ടെന്ന് വ്യക്തമായി പറയാം. ഏകദേശം 4 കാറ്റഗറിയിലാണ് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മത്സ്യങ്ങൾ. നമ്മൾ സാധാരണ കിട്ടുന്ന മത്തി, അയല, ചൂര, ചാള, ഇതെല്ലാം മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുക വളരെയധികം നല്ലതാണ്. കൂടാതെ അണ്ടിപ്പരിപ്പുകൾ, നട്ട്സ്, ബദാം, വാൽനട്ട്സ്, കാഷ്യൂനട്ട്, നിലക്കടല പോലുള്ള സാധനങ്ങളിലെല്ലാം omega-3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. മുളകൾ, സീഡ്സ്, ഫ്ലാക്സ് സീഡ് പോലുള്ള സാധനങ്ങൾ നമ്മൾ omega-3 ഫാറ്റി ആസിഡ്സ് നല്ലോണം ഉണ്ട്. ഏതെണ്ണ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമുള്ള ഒരു എണ്ണയാണ് നമ്മുടെ ഒലിവ് ഓയിൽ. ഈ സാലഡിലും ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കാതെ ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ കടുകെണ്ണയും നല്ലതാണ്. പാചകത്തിനായിട്ട് നമുക്ക് കടുകെണ്ണ ഉപയോഗിക്കാം, പക്ഷെ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ അമിതമാകാതിരിക്കാൻ നോക്കുക. ആവശ്യം ഇല്ലാത്തടത്ത് ധാരാളം എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. നാരുകൾ ധാരാളമുള്ള പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, സോയാബീൻ, ഇലക്കറികൾ, പച്ചക്കറികൾ, ഇതെല്ലാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്സ് കൂട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുക്കുംബറും ക്യാരറ്റുകളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവക്കാഡോ HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിന് വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം അതിൻ്റെ അകത്ത് ധാരാളം മിനറൽസ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, വൈറ്റമിൻസ് പലതുണ്ട്, B ഉണ്ട്, K ഉണ്ട്, പലതരത്തിലുള്ള ഒരു മികച്ച ഒരു HDL കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു പഴം തന്നെയാണ് ഈ അവക്കാഡോ. ഇത് കൂടാതെ അവക്കാഡോ നമ്മുടെ വയറ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ് പെട്ടെന്ന് നിറയുന്ന പോലെ തോന്നും. അമിതമായി നമ്മൾ കഴിക്കില്ല. അതിൻ്റെ ധാരാളം ഫൈബറിനുള്ളത് അവക്കാഡോ. പക്ഷെ അവക്കാഡോ കിട്ടുന്നില്ലെങ്കിൽ ഏതൊരു ഫ്രൂട്ടും നമ്മുടെ HDL കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് HDL കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് നല്ലവണ്ണം ഫ്രൂട്ട്സ് കഴിക്കുക. ദിവസവും നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക. അത് HDL കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആപ്പിള്, പപ്പായ, ക്യാരറ്റ്, പപ്പായ, പിന്നെ പേരയ്ക്ക പോലുള്ള സാധനങ്ങൾ നമ്മൾ സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ HDL കൊളസ്ട്രോൾ കൂടുകയും ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളെയും നമുക്ക് തടയാനായിട്ട് കഴിയും. പിന്നെ അതുകൂടാതെ ധാരാളം വെള്ളം കുടിക്കുന്നതും HDL കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം HDL നല്ലോണം വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാനൊക്കെ ഹെൽപ്പ് ചെയ്യും. HDL കൂടുന്ന ആഹാരങ്ങൾ ഞാൻ പറഞ്ഞു. HDL കുറയുന്ന ആഹാരങ്ങളുണ്ട്. അത് ഒഴിവാക്കാതെ നമ്മൾ HDL കൂടുന്ന ആഹാരങ്ങൾ മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനമായിട്ട് അന്നജം. നമ്മൾ ധാരാളം ചോറ് കഴിക്കുകയാണെങ്കിൽ HDL താഴോട്ട് പോകാനുള്ള സാധ്യത. അതുപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ധാരാളം കഴിച്ചാലും HDLൻ്റെ അളവ് വളരെ താഴോട്ട്. ഇത് കൂടാതെ പൂരിത കൊഴുപ്പ്, സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മൾ നല്ലോണം കഴിച്ചാലും ഈ HDL വളരെ താഴോട്ട് പോവുകയും LDL എന്നുള്ള ബാഡ് കൊളസ്ട്രോൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഈ ട്രാൻസ് ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല.
അപ്പോൾ ആ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ ധാരാളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ HDL വളരെ താഴോട്ട് പോകും. അപ്പോൾ അത് എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മൾ സാധാരണ ഈ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതുപോലെ തന്നെ ബർഗർ, പിസ്സ പോലുള്ള ആഹാരങ്ങളിലെല്ലാം ഈ ട്രാൻസ് ഫാറ്റാണ് ധാരാളമുള്ളത്. പൂരിത കൊഴുപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ, പോർക്ക്, വെളിച്ചെണ്ണ ഒത്തിരി കഴിക്കുകയാണ്, പാം ഓയിൽ കഴിക്കുകയാണ്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മീനും മറ്റ് സാധനങ്ങളും സ്ഥിരമായോ അമിതമായി കഴിക്കുക, നെയ്യ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കേക്ക്, മിക്ക ബേക്കറി ഐറ്റംസിലും ട്രാൻസ് ഫാറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ HDL താഴോട്ട് പോകും. ജങ്ക് ഫുഡ്സിലെല്ലാം ഉണ്ട്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലെല്ലാം ഈ പൂരിത കൊഴുപ്പുകളാണല്ലോ, അത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. HDL നല്ലവണ്ണം താഴോട്ട് പോവുകയും LDL വളരെ കൂടുകയും ചെയ്യും, ടോട്ടൽ കൊളസ്ട്രോളും കൂടും. പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറേ ദിവസം നമ്മൾ സ്ഥിരമായി ആഹാരം കഴിച്ചിട്ട് ഹൃദയാഘാതവും സ്ട്രോക്കും പലതരത്തിലുള്ള പ്രമേഹവും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായതിനു ശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ആഹാരത്തിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഈ ആഹാര പദാർത്ഥങ്ങൾ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല. സ്ഥിരമായി കഴിക്കുമ്പോഴാണ് HDLൻ്റെ അളവ് കുറയുകയും LDL കൂടുകയും ചെയ്യും. അപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ ആഹാരങ്ങൾ കഴിച്ചാൽ HDL കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. LDL കുറയ്ക്കാനും അതുപോലെ HDL കൂട്ടാനുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെ കഴിക്കണമെന്നും ഏതൊക്കെ ഒഴിവാക്കണമെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് അറിഞ്ഞിരിക്കുക, ഇത് മറ്റുള്ളവർക്കായി ഷെയർ